ഇപ്പോൾ ISL കളി നടക്കാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളിൽ എത്ര പേർ ഫുട്ബോൾ ആരാധകരാണ്? ഒരാളും ഇല്ല അല്ലേ? ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ് നമ്മുടെയൊക്കെ നാട്ടിലുള്ള കൂടുതൽ ആളുകൾ. നിങ്ങൾ എന്ത് അനുജത്തിമാരാണിത്? ഫുട്ബോൾ കളി താല്പര്യപ്പെടാത്ത സഹോദരിമാരോ? എങ്കിലും ISL ഫുട്ബോളിന്റെ 13ാം സീസണിന് തുടക്കം കുറിക്കുകയാണ്. ബൂട്ടണിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന താരങ്ങളെ മൈതാനത്തേക്ക് കൈപിടിച്ചാനയിക്കുന്ന ഒരുപറ്റം കുട്ടിക്കൂട്ടങ്ങളാണ് ഇന്നത്തെ വാർത്താ പ്രഭാതത്തിന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വയനാടിനെ ഓർമ്മിക്കാതെ ഈ തിരുവോണ ദിനത്തിലെ ഒരാഘോഷവും നമുക്കില്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ആദ്യം പോകുന്നത് വയനാട്ടിൽ നിന്നുള്ള എന്തെങ്കിലും സന്തോഷ കാഴ്ചകളുണ്ടോ അവിടെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. മനസ്സ് തകർന്നും പ്രതീക്ഷകൾ തകർന്നും ഇരിക്കുന്ന മനുഷ്യരാണ് വയനാട്ടിലുള്ളത്. പക്ഷേ അവരുടെ മനസ്സിൽ, അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയിക്കാൻ നമുക്ക് കഴിയുമോ എന്നൊരു ചോദ്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു എന്ത് പറഞ്ഞാലാണ് അവർക്കല്പം ആശ്വാസമാവുക. അപ്പോഴാണ് ഞങ്ങൾ അവിടുത്തെ കുട്ടിക്കൂട്ടങ്ങളെ കണ്ടത്. അവർ കൊച്ചിയിലേക്ക് എത്തുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും സ്കൂൾ വിദ്യാർത്ഥികൾ അവർക്കൊരു സല്യൂട്ട് നൽകിക്കൊണ്ട്, അവർക്കൊരു കയ്യടി നൽകിക്കൊണ്ടാണ് റിപ്പോർട്ടർ TVയുടെ തിരുവോണ ദിവസത്തെ വാർത്തകൾക്ക് കിക്ക് ഓഫ് ഉയരുന്നത്. ആ കുട്ടിക്കൂട്ടം കൊച്ചിയിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ അല്ലമീനോടൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരും. റിപ്പോർട്ടർ ഓണം ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും സ്കൂൾ കുട്ടികൾക്കൊപ്പമാണ്. 1-2 കുട്ടികളല്ല, എത്ര കുട്ടികൾ? ഒരുപാട് കുട്ടികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം മന്ത്രി K രാജനും നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. മനോഹരമായി തിരുവോണപ്പുലരിയിൽ നമ്മുടെ പ്രിയപ്പെട്ട വയനാട്ടിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ഓണം നമ്മൾ ആദ്യം നേരെ ആലുവയിലേക്ക് പോകുന്നു. അവിടെ ആരുണ്ട്? അല്ലമീൻ അല്ലേ? അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ താരങ്ങൾക്ക് കൈകൊടുക്കാൻ വരുന്നത് നമ്മൾ വയനാട്ടിൽ നിന്ന് എത്തിച്ച ഈ കുഞ്ഞുങ്ങളായിരിക്കും. അവർക്കൊപ്പം കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകളുമായിട്ടാണ് നിൽക്കുന്നത്. മിനിസ്റ്റർ രാജനും നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരും. നമുക്ക് ആലുവയിലേക്ക് പോയാലോ? അല്ലമീനിലേക്ക് നമുക്കൊന്ന് പോയി വരാം. അല്ലമീൻ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊപ്പമുണ്ട്. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വെരി 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 ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി തിരുവോണം. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ഓണം. എന്തായി, നമ്മുടെ കുഞ്ഞുങ്ങൾ റെഡിയായി കഴിഞ്ഞോ? രാവിലെ 7 മണിക്ക് തന്നെ ഞങ്ങൾ റെഡിയാവും എന്നൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. മാത്രമല്ല വലിയൊരു എക്സൈറ്റ്മെന്റ് അവരുടെ മുഖത്തുണ്ട്. അവരിൽ പലരും ആദ്യമായിട്ടാണ് കൊച്ചി കാണാൻ വരുന്നത്. അല്പസമയത്തുള്ളവർ ആദ്യമായിട്ട് മെട്രോയിൽ കയറും. അവരുടെയൊക്കെ ചോദിക്കൂ, കൊച്ചി കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് മെട്രോയിൽ കയറാൻ പോവുകയല്ലേ? വയനാടിൻ്റെ ആ ആഘാതം ആദ്യം ഈ മനസ്സിൽ നിന്ന് മാറേണ്ടത് ഈ കുഞ്ഞുങ്ങൾക്കാണ്. എന്തായാലും നമ്മൾ അവർക്കൊപ്പമാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്നൊക്കെ ഒന്ന് ചോദിക്കുമല്ലോ. നമുക്ക് അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി കൊടുക്കണം. ആ ഗിഫ്റ്റോട് കൂടിയായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഓണ ദിവസം ആരംഭിക്കുന്നത്. അല്ലമീൻ, അരുൺ, നമ്മൾ ഓണത്തിൻ്റെ സന്തോഷവും ഓണത്തിൻ്റെ ആഘോഷവും ഒക്കെ പറയുമ്പോഴും നമുക്കൊക്കെ ഈ ആഘോഷത്തിന് ഒരു നോവായി നിൽക്കുന്നത് വയനാട് പ്രശ്നമാണ്. മുണ്ടക്കയിലെയും ചൂരൽമലയിലും ദുരന്തവും അവിടുത്തെ ദുരന്തബാധിതരുടെ സാഹചര്യമൊക്കെ നമുക്ക് മുന്നിൽ ഒരു നോവായി നിൽക്കുന്നുണ്ട്. ആ നോവിനിടയിലും ആഘോഷങ്ങൾക്കിടയിൽ നമുക്ക് സന്തോഷവും ആശ്വാസവും പകരുന്ന പല വാർത്തകളും പല ദിവസങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത്തരത്തിലൊരു ആശ്വാസ വാർത്ത കൂടിയാണ് നമുക്കിന്ന് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇന്ന് തിരുവോണ ദിവസമാണ്. അതുപോലെ തന്നെ കൊച്ചിയിൽ മറ്റൊരു പ്രത്യേകത, ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 13ാം സീസണ് ഇന്ന് കൊച്ചിയിൽ വിസിലുയരുന്നു, കിക്ക് ഓഫ് ഉയരുന്നു എന്നുള്ളതാണ്. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും പഞ്ചാബ് FCയുടെയും താരങ്ങൾ വരികയാണെങ്കിലും അവരെക്കാൾ വലിയ താരങ്ങൾ ഈ കാണുന്ന കുട്ടിക്കൂട്ടങ്ങളാണ്. മുണ്ടക്കയിൽ നിന്ന്, ചൂരൽമലയിൽ നിന്ന്, വെള്ളാർമലയിലെ സ്കൂളുകളിൽ നിന്നൊക്കെ വന്ന 33 വിദ്യാർത്ഥികൾ ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ബൂട്ടണിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ പഞ്ചാബ് FCയുടെയും താരങ്ങൾ മൈതാനത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ കൈപിടിച്ച് മൈതാനത്തേക്ക് ആനയിക്കുന്നത് ഇക്കാണുന്ന കുട്ടിക്കൂട്ടങ്ങളാണ്. 33 വിദ്യാർത്ഥികളാണ് വെള്ളാർമല സ്കൂളിലെ, അതുപോലെ തന്നെ മുണ്ടക്കൈ സ്കൂളിലെ, ഒപ്പം മേപ്പാട് സ്കൂളിലേക്ക് 33 വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് 22 പേര് ഇന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും, മൈതാനത്തേക്ക് ഇറങ്ങും. ഇവരുടെ കൈപിടിച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ പഞ്ചാബ് FCയുടെയും താരങ്ങൾ ബൂട്ടണിഞ്ഞ മൈതാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇവരെ സംബന്ധിച്ച് ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഓണം എങ്ങനെ ആഘോഷിക്കും? ആ വലിയ ദുരന്തത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ട്, ഉടയവർ നഷ്ടപ്പെട്ട്, അവരുടെ സ്കൂൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടതൊക്കെ നഷ്ടപ്പെട്ട് ഇനി ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ നിൽക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കും ഈ ഓണക്കാലത്ത് എന്ന് അവർ ഒരു ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് MESൻ്റെ നേതൃത്വത്തിൽ അവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നതും ഈ ISLുമായി കണക്ട് ചെയ്യുന്നതും അവരെ ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും. ഏതായാലും അതിന് തയ്യാറായി വന്നിട്ടുണ്ട്. അവരുടെ രക്ഷിതാക്കളുണ്ട്, MESൻ്റെ പ്രതിനിധികളുണ്ട്, കുട്ടിക്കൂട്ടങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും സന്തോഷമല്ലേ? എവിടുന്ന വരുന്നേ? വയനാടൊന്ന്. വീട് എവിടെയാ? വയനാട് എവിടെ വീട്? കുന്നവട്ടം. മോന്റെയോ? കുന്നമറ്റ. മോന്റെയോ? നീലിക്കാപ്പുറം. അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് അരുൺ. അവരുടെ ഒരു അനുഭവം കൂടി നമുക്ക് പങ്കുവയ്ക്കാം, അവരോട് കൂടി ചോദിക്കാം. ഉള്ളതിലെത്തി തലപ്പൊക്കമുള്ള ഒരാളെ നമ്മളിങ്ങോട്ട് പിടിക്കുകയാണ്. പേരെന്താ മോൻ്റെ? അബിൻസിയാൻ. ഇന്നിപ്പോൾ ഈ ISL താരങ്ങളെ കൈപിടിച്ച് രംഗത്തേക്ക് ഇറക്കാൻ വേണ്ടി നിങ്ങൾ വരണം. എന്താണ് തോന്നുന്നത്? വയനാട് നിന്ന് ആ ഒരു ദുരന്തത്തിന് നടുവിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ തോന്നുന്നൊരു ഫീൽ എന്താണ്? സന്തോഷമുണ്ട്. പിന്നെ അവരെ കാണാൻ കിട്ടും. പിന്നെ ഞങ്ങളെ എല്ലാവരും ആദ്യമായിട്ടാണ് സ്റ്റേഡിയത്തിൽ പോണത്. പിന്നെ ആ കളിയൊക്കെ കണ്ട്
സന്തോഷമായിട്ട് വീട്ടിൽ പോകണം. കളിയൊക്കെ കണ്ട് ആ സന്തോഷം മനസ്സിൽ വെച്ച് ബാക്കി ദുഃഖങ്ങളെല്ലാം മറന്ന് നമ്മൾ വീട്ടിലേക്ക് പോകണം. എന്താ മോളെ, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇറങ്ങില്ല. ഇവരൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്ത് തോന്നുന്നു കൂട്ടുകാരൊക്കെ അങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് സാക്ഷിയാവാൻ വരുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷമുണ്ട്. ഇതുവരെ ടി വിയിലാണ് പ്ലേയേഴ്സിനെയും കളിയൊക്കെ കണ്ടത്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ട്. അരുൺ ഒരു കുഞ്ഞാളോട് ഇവിടെ നിൽക്കുകയാണ്. മോളെ പേരെന്താ? മന്നാൽ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയൂ. എന്തേ ഹാപ്പി ഓണം അല്ലേ? മോളെ എവിടെ പോകാൻ വന്നതാ? കൊച്ചിക്ക് പോകാൻ വന്നതാണോ? എന്തിനാ കൊച്ചിക്ക് വന്നേ? കളിക്കാനോ? എന്ത് കളിക്കാൻ? ബോൾ കളിക്കാനോ? എന്ത് ബോളാ? ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ? എന്ത് ബോളാ കളിക്കുന്നേ? ആ എടുത്ത ബോൾ എടുത്ത് കാണിച്ചു കൊടുത്തേ. ബോൾ എടുത്ത് കാണിച്ചു കൊടുത്തേ. ആ കളിച്ചേ, ഒന്ന് കളിച്ചേ. അതാ എങ്ങനെ കളിക്കുന്നത്? ആളേക്കാൾ വലിയ ബോൾ. അതെ 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 അതെ. ഒന്നുകൂടി കാണിച്ചു കൊടുത്തേ. ക്യാമറ താഴ്ത്തി വെച്ച്. കളിച്ചേ. ഓണത്തിന് കിക്ക് ഓഫ് അല്ലേ? ഓണത്തിന് കിക്ക് ഓഫ് ആയി കഴിഞ്ഞു. കാണുന്നുണ്ട് നമ്മുടെ കുഞ്ഞഹന അല്ലേ? വാവ്, ഗ്രേറ്റ്. വീണ്ടും തട്ടി. ഓക്കെ, അപ്പോ നമ്മുടെ അവിടെ നിൽക്കുന്ന കുഞ്ഞുങ്ങളോട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഗംഭീര പ്രകടനമായിരിക്കും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒന്ന് ചോദിക്കൂ, അവരിൽ എത്ര പേർക്ക് ഫുട്ബോളൊക്കെ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട കളികൾ ഏതാണ്, നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കണോ? അല്ല, മിനിസ്റ്റർ നമുക്ക് മിനിസ്റ്റർ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യും. അത് കൊടുക്കുക അരുൺ. കളിക്കുക മാത്രമല്ല, ബോൾ തട്ട് മാത്രമല്ല, മോളൊരു പാട്ട് പാടാനും കൂടെ റെഡിയായി നിൽക്കുകയാണ്. ഓണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം. പാടിയാലോ? ഏത് പാട്ടാ പാടുന്നേ? ഹവ ഹവ. അടിപൊളി. അപ്പൊ എല്ലാരും കൈയടിക്കൂലേ? എല്ലാരും കൈയടിക്കൂലേ? കുറച്ച് ചേച്ചിമാരും ഓണത്തിന്റെ വൈബ് ഓണാക്കാൻ പറ്റുന്ന തരത്തിലൊരു പാട്ടാണ് ഹവ ഹവ പാടാൻ പോവാണ്. ഓക്കെ, ഉറപ്പായിട്ടും പാടിയാലോ? നമുക്ക് പാടിക്കോ. നമുക്ക് ഡാൻസ് കളിച്ചോണ്ട് പാട്ട് പാടിയാലോ? പാട്ടുപാടി ഡാൻസ് കളിച്ചാലോ? റെഡിയാണോ? പാട്ടുപാടി ഡാൻസ് കളിച്ചാലോ? റെഡിയാണോ? ഒന്ന് ഉഷാറായിട്ട് നിന്നേ. പാടിക്കോ. ഡാൻസും കളിച്ച് പാടിക്കേ നോക്കട്ടെ. ഡാൻസ് കളിച്ചോ. ഓക്കെ. മോൾക്ക് ആരാവാൻ ആഗ്രഹം? വലുതാകുമ്പോ ഫുട്ബോൾ കളിക്കാൻ പോവോ? ഓക്കെ, അപ്പൊ ഉഷാറായിട്ട് കേട്ടോ. ഇന്ന് കളി കണ്ടിട്ടൊക്കെ പോവാം കേട്ടോ. ഓക്കെ. ഏതായാലും അരുൺ, ഇത് തന്നെയാണ് സന്തോഷം. ഇത് തന്നെയാണ് ഇതിലൂടെ ഇവിടെ എത്തിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. MESന്റെ പ്രതിനിധികളാണ് ഇവരെ കൊണ്ടുവന്നത്. അവരോട് കൂടി ചോദിക്കാം, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എടുക്കാനും അവരെ കൊണ്ടുവരാനൊക്കെ നിങ്ങൾ ആലോചിച്ചത്? വളരെ പ്രയാസകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുള്ള പ്രദേശവാസികളും കുട്ടികളൊക്കെ. അവരുടെ മാനസികമായി ഉത്തേജിപ്പിക്കുക, അതേപോലെ ഉല്ലാസപ്പെടുത്തുക, നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, നമ്മളോടൊപ്പം ചേർത്ത് നിന്നുകൊണ്ട് അവരെ വളരെ സന്തോഷപ്രദമായ രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ള വലിയ ദൗത്യത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് വളരെ ഓണാശംസകൾ നൽകാൻ നമ്മുടെ മിനിസ്റ്റർ അവിടെ എത്തിയിട്ടുണ്ട്. വയനാടിനെ ചേർത്തു പിടിക്കാൻ നമുക്ക് കരുത്ത് നൽകിയ മന്ത്രിസംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകൈയെടുത്ത് ഏറ്റവും കൂടുതൽ സമയം ചൂരൽമലയിലും മുണ്ടക്കയിലും ചെലവഴിച്ചത് മിനിസ്റ്റർ കെ രാജനാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം അന്തിക്കാട്ടിലെ വീട്ടിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. മിനിസ്റ്റർ കെ രാജൻ, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം. അങ്ങേക്ക് മാത്രമല്ല, അങ്ങയുടെ വീട്ടിൽ അമ്മയടക്കമുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. അന്തിക്കാട്ടെ വീട്ടിലെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണം. നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയിലെ കുഞ്ഞുങ്ങൾ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്.